അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ ഊർജ്ജ രംഗം ഒരു പ്രധാന കളിക്കളമായി മാറിയിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇന്ത്യയുടെ വിദേശ നയം അതിന്റെ നിലപാടുകൾ കൂടുതൽ വ്യക്തമാക്കുന്നു. അമേരിക്കയുടെ ശക്തമായ സമ്മർദ്ദങ്ങളെ തള്ളിക്കളഞ്ഞുകൊണ്ട് റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്നത് തുടരാനുള്ള ഇന്ത്യയുടെ തീരുമാനം ദേശീയ ശക്തികൾക്കിടയിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. ലാഭകരമായ വ്യാപാര ബന്ധങ്ങൾക്ക് മുൻഗണന നൽകുന്ന ഈ സമീപനം ഇന്ത്യയുടെ ദേശീയ താൽപര്യങ്ങൾക്കാണ് പ്രാധാന്യം നൽകുന്നതെന്ന് റഷ്യയിലെ ഇന്ത്യൻ അംബാസഡർ വിനയ് കുമാർ വ്യക്തമാക്കി. റഷ്യൻ യുക്രൈൻ സംഘർഷം ആരംഭിച്ചതിനു ശേഷം റഷ്യക്കെതിരെ അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും സാമ്പത്തിക ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. ഇതിന്റെ ഭാഗമായി റഷ്യ എണ്ണയ്ക്ക് വലിയ വിലക്കിഴിവ് നൽകി തുടങ്ങി. ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങൾക്ക് ഇതൊരു സുവർണ അവസരമായി മാറി. കുറഞ്ഞ വിലയിൽ റഷ്യൻ ക്രൂഡ് ഓയിൽ ലഭ്യമായതോടെ ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിൽ വലിയ വർധനവ് രേഖപ്പെടുത്തി. ഇത് ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതിക്ക് വലിയ ആശ്വാസമായി. ഇന്ത്യയുടെ ഈ നീക്കം യുക്രൈൻ സംഘർഷത്തിന് ധനസഹായം നൽകുന്നു എന്ന് ആരോപിച്ച് അമേരിക്ക ഇന്ത്യക്ക് മേൽ സമ്മർദ്ദം ചെലുത്തിയിരുന്നു. റഷ്യൻ എണ്ണ ഇറക്കുമതി ചെയ്യുന്നത് നിർത്തിയില്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് 25% അധിക തീരുവ ചുമത്തുമെന്നും അമേരിക്ക ഭീഷണിപ്പെടുത്തി. എന്നാൽ ഈ ഭീഷണികൾക്ക് വഴങ്ങില്ലെന്ന് റഷ്യയിലെ ഇന്ത്യൻ അംബാസഡർ വാർത്താ ഏജൻസിക്ക് നൽകിയ അഭിമുഖത്തിൽ വെളിപ്പെടുത്തി. രാജ്യത്തെ 1.4 ബില്യൺ ജനങ്ങളുടെ ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കുക എന്നതാണ് ഇന്ത്യയുടെ പ്രധാന ലക്ഷ്യം. വാണിജ്യാടിസ്ഥാനത്തിലുള്ള വ്യാപാരത്തിൽ ഏറ്റവും മികച്ച ഡീൽ ലഭിക്കുന്നത് എവിടെയാണോ അവിടെ നിന്ന് വാങ്ങുന്നത് തുടരുമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇന്ത്യയുടെ ഈ നിലപാട് ആഗോള രാഷ്ട്രീയത്തിൽ അതിവേഗം വളരുന്ന ഒരു സാമ്പത്തിക ശക്തി എന്ന നിലയിൽ രാജ്യത്തിന്റെ ആത്മവിശ്വാസം ഉയർത്തിക്കാട്ടുന്നു. റഷ്യയെ തങ്ങളുടെ എണ്ണ ഉപഭോഗത്തിൽ ഒരു പ്രധാന പങ്കാളിയായി നിലനിർത്തുന്നത് വഴി ഇന്ത്യക്ക് ഇറക്കുമതിക്ക് മറ്റ് രാജ്യങ്ങളെ പൂർണ്ണമായി ആശ്രയിക്കുന്നത് ഒഴിവാക്കാൻ സാധിക്കുന്നു. ഇത് അന്താരാഷ്ട്ര വിപണിയിലെ വിലക്കയറ്റത്തിൽ നിന്ന് രാജ്യത്തിന് ഒരു പരിധിവരെ സംരക്ഷണം നൽകുന്നു. ഇന്ത്യൻ ഓയിൽ, ഭാരത് പെട്രോളിയം പോലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾ യൂറാൽ ക്രൂഡ് ഓയിലിന് ലഭിച്ച കൂടുതൽ വിലക്കിഴിവ് മുതലെടുത്തുകൊണ്ട് റഷ്യൻ എണ്ണ വീണ്ടും ഇറക്കുമതി ചെയ്യുന്നത് ഇതിന്റെ ഉദാഹരണമാണ്. അതേസമയം അമേരിക്കൻ സമ്മർദ്ദം കാരണം ഇന്ത്യ കുറച്ചു കാലത്തേക്ക് റഷ്യൻ എണ്ണ ഇറക്കുമതി ചെയ്യുന്നത് കുറച്ചിരുന്നു. എന്നാൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും തമ്മിൽ ചർച്ചകൾ നടത്തിയതിനു ശേഷം അന്താരാഷ്ട്ര തലത്തിൽ ചില ധാരണകൾ രൂപപ്പെട്ടിട്ടുണ്ടെന്ന് കരുതുന്നു. ഇതിന് പിന്നാലെയാണ് ഇന്ത്യൻ കമ്പനികൾ വീണ്ടും റഷ്യൻ എണ്ണ വാങ്ങാൻ ആരംഭിച്ചത്. റഷ്യയുടെ തന്ത്രപരമായ നീക്കങ്ങളും ശ്രദ്ധേയമാണ്. റഷ്യൻ എണ്ണ വാങ്ങുന്നതിന്റെ പേരിൽ അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ഇന്ത്യക്ക് എന്തെങ്കിലും തടസ്സങ്ങൾ നേരിടേണ്ടി വന്നാൽ ഇന്ത്യയുടെ ഉൽപ്പന്നങ്ങൾ റഷ്യൻ വിപണിയിലേക്ക് കയറ്റുമതി ചെയ്യാൻ റഷ്യ സന്നദ്ധത അറിയിച്ചു. റഷ്യൻ നയതന്ത്ര പ്രതിനിധി റോമൻ ബാബുഷ്കിൻ ഈ വാഗ്ദാനം നൽകിയത് റഷ്യ ഇന്ത്യ ബന്ധത്തിന്റെ ആഴം വ്യക്തമാക്കുന്നു. ഉപരോധങ്ങൾ ഏർപ്പെടുത്തുന്ന രാജ്യങ്ങൾക്ക് തന്നെയായിരിക്കും അവസാനം തിരിച്ചടി നേരിടേണ്ടി വരികയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നിലവിൽ അമേരിക്കയുടെ ഭീഷണിക്ക് വഴങ്ങില്ലെന്ന് ഇന്ത്യ വ്യക്തമാക്കിയിട്ടുണ്ടെങ്കിലും ഇതൊരു താൽക്കാലിക ആശ്വാസം മാത്രമാകാം. ആഗോള രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറുന്നതിനനുസരിച്ച് എണ്ണ വ്യാപാരത്തിലും മാറ്റങ്ങൾ ഉണ്ടാവാം. എന്നാൽ റഷ്യൻ എണ്ണ കുറഞ്ഞ വിലയിൽ ലഭിക്കുന്നത് തുടരുന്നിടത്തോളം കാലം ഇന്ത്യ ഈ വ്യാപാര ബന്ധം നിലനിർത്താനാണ് സാധ്യത. ഇന്ത്യയുടെ ഈ ധീരമായ നിലപാട് അന്താരാഷ്ട്ര തലത്തിൽ മറ്റ് രാജ്യങ്ങൾക്കും മാതൃകയാകാൻ സാധ്യതയുണ്ട്. ഓരോ രാജ്യത്തിനും അതിൻ്റെ ദേശീയ താൽപ്പര്യങ്ങൾക്ക് മുൻഗണന നൽകാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്ന സന്ദേശമാണ് ഇന്ത്യ നൽകുന്നത്. US ചൈന ശീതയുദ്ധം പോലുള്ള സാഹചര്യങ്ങളിൽ ഇന്ത്യക്ക് തങ്ങളുടെ വിദേശ നയം സ്വതന്ത്രമായി രൂപപ്പെടുത്താനുള്ള കഴിവുണ്ടെന്ന് ഇത് ലോകത്തിന് കാട്ടിക്കൊടുക്കുന്നു. ചുരുക്കത്തിൽ ഇന്ത്യയുടെ ഊർജ്ജ നയം കേവലം സാമ്പത്തികപരമായ ഒരു തീരുമാനമല്ല, അത് രാജ്യത്തിൻ്റെ രാഷ്ട്രീയ തന്ത്രപരമായ കാഴ്ചപ്പാടുകളുടെ പ്രതിഫലനം കൂടിയാണ്. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് തുടരാനുള്ള തീരുമാനം ഇന്ത്യ ഒരു ബഹുധ്രുവ ലോകക്രമത്തിൽ സ്വന്തം വഴി കണ്ടെത്താൻ ശ്രമിക്കുന്നു എന്നതിൻ്റെ വ്യക്തമായ സൂചനയാണ്.